കൂട്ടുകാരെ, ഞങ്ങൾ പുല്ലങ്കടലിൽ വന്നിട്ട് വലയെടുത്ത് ഫസ്റ്റ് വലയാണിത്. 1 മണിക്കൂർ 40 മിനിറ്റും വലിച്ചിട്ട് വലയെടുക്കുകയാണ്. കാരണം പുല്ലങ്കടലിൽ നമ്മൾ എപ്പോഴും നീട്ടി വലിക്കത്തേ ഉള്ളൂ. അതായത് ഒരു 3-3.5 മണിക്കൂർ, 2.25 മണിക്കൂർ അങ്ങനെയൊക്കെയാണ് വലിക്കുന്നത്. ഇതൊന്നും ട്രയൽ നോക്കിയാണ്. എന്തായാലും കുഴപ്പമില്ല, ചരക്ക് തന്നെയാണ്. അത്യാവശ്യം വലിയ വേസ്റ്റൊന്നുമില്ല. ഈ ചുമന്ന കളർ ഞണ്ട് കയറും. അതെന്തായാലും വലയിൽ ഇല്ലാത്തതുകൊണ്ട് ചരക്ക് കുറക്കാൻ ഇച്ചിരി എളുപ്പമാണ്. പിന്നെ ഈ കടലിൽ കിട്ടുന്ന ഒരുപെട്ട മത്സ്യങ്ങളുടെ പേരൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഏത് മത്സ്യത്തിനായാലും ഒരു പ്രത്യേകതയുണ്ട്. കണ്ണ് വെളിയിൽ തള്ളി നിൽക്കും. പിന്നെ ഒന്നെങ്കിൽ ഓവറായിട്ട് ചുമപ്പായിരിക്കും, അല്ലെങ്കിൽ നല്ല കറുപ്പായിരിക്കും. അതായത് ഈ പൊടി മത്സ്യങ്ങളുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ സ്രാവോ അല്ലെങ്കിൽ തെരണ്ടിയോ അല്ലെങ്കിൽ മാർലിനോ സേൽഫിഷോ അതൊന്നും ഇതിനകത്ത് ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ഈ വീഡിയോയ്ക്കകത്ത് ഒരു വെറൈറ്റി കാര്യം കാണിച്ചു തരാനുണ്ട്. സ്രാവ് ചാടുന്നത് കാണിച്ചു തരാനും കൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം ഞങ്ങൾ ഈ ചരക്ക് പൊട്ടിച്ചിട്ട് ഈ വേസ്റ്റൊക്കെ അങ്ങോട്ട് കളഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഒരു സ്രാവ് ബോട്ടിൻ്റെ തൊട്ടടുത്ത് വന്ന് കളിച്ച് നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഫോൺ കൊണ്ട് വെച്ചിരുന്നു. പിന്നെ ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് ഇത്തിരി ലേറ്റായി പോയി. പുള്ളി 1-2 ഡൈവ് അടിക്കുന്നത് എനിക്ക് മിസ്സായി. ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ആശാൻ ഇപ്പം ചാടും. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് കാണുന്നത്. കാരണം പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്രാവ് വെള്ളത്തിൽ കൂടെ പാഞ്ഞ് ചാടുമെന്ന്. ഓടി വരുന്ന ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. റൊട്ടേറ്റ് ചെയ്ത് അടിച്ച് ചാടി വീഴുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇത് നിങ്ങളിൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഇത് ഇത്രയും ദൂരം നിന്നുകൊണ്ട് ഇത് വേറെ മീനാണെന്ന് തർക്കിക്കരുത്. കാരണം ഞങ്ങൾ 12 പേരും ലൈവ് കണ്ടുകൊണ്ടിരുന്നതാണ്. ഇനി ഇത് സ്രാവ് തന്നെ ആണോ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് തോന്നിയാണെങ്കിൽ ആ സമയത്ത് ആ ഒരു രംഗം ഒന്ന് പൗസ് ചെയ്താൽ മതി. സ്രാവിന് കൈപോലെ 2 ചിറകുണ്ട് 2 സൈഡിലും. അത് ഡൈവ് അടിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന കണക്ക് ഞാൻ അത് ക്യാമറയിൽ ഒപ്പിയെടുത്ത്. എൻ്റെ ക്യാമറയ്ക്ക് അത്രേ കപ്പാസിറ്റിയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ബാക്കി ചരക്ക് കുറക്കുന്ന ജോലി മാത്രമേ ബാലൻസ് ഉള്ളൂ. അതും കൂടെ തീർന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മാറാം അമരത്തുനിന്ന്. ഇനി ഇത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഐസ് ചെയ്ത് മാറണം. കാരണം ചെമ്മീൻ നമ്മുടെ കരക്കടലിലെ ചെമ്മീൻ കണക്കല്ല, ഇത് ഓവർ ഫാറ്റുള്ള സാധനമാണ്. അതുകൊണ്ട് പെട്ടെന്നില്ല വെള്ളം പോലെ നല്ല പറയണ്ട, ഉടഞ്ഞൊരു പരുവം പോലെ അങ്ങനെ ആയിപ്പോവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണി ഒതുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ പുല്ലങ്കടലിലെ വലവലിയും ചരക്ക് പൊട്ടിച്ചിടുന്നതും പിന്നെ നിങ്ങൾ കണ്ട ആ ഒരു സ്രാവിൻ്റെ കാഴ്ചയും. എന്നെക്കൊണ്ട് പറ്റുന്ന കണക്ക് ഞാൻ കാണിച്ചു തന്നു. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.